എല്ലാവർക്കും വീണ്ടും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈലില്ല ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ വീഡിയോസ് ഇടുന്നത് കൊണ്ട് തന്നെയാണ് ഒരേ ഡ്രസ്സ് ഇട്ടേക്കുന്നത് കേട്ടോ. നിങ്ങൾ ഡ്രസ്സോ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും നിങ്ങൾ നോക്കണ്ട, ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഡയറ്റ് വീഡിയോ 2 ദിവസം ഇട്ടിട്ടില്ലായിരുന്നു. കാരണം നമ്മൾ എനിമ എടുത്തുകൊണ്ടിരിക്കും. പലർക്കും ഈ ഒരു എനിമയെ പറ്റി ഡൗട്ട് ഉണ്ടായിരുന്നു. അത് ഞാൻ ഫസ്റ്റ് ക്ലിയർ ചെയ്യട്ടെ. എനിമ അതിൽ എന്ത് വെള്ളമാണ് നിറയ്ക്കേണ്ടതെന്നുള്ളത് അന്ന് ഞാൻ പറയാൻ വിട്ടുപോയി. കമന്റുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സാധാരണ കുടിക്കുന്ന വെള്ളം വേണം എനിമ കപ്പിൽ നിറയ്ക്കാനായിട്ട്. അപ്പൊ അതിൽ ആരോ ഒരാൾ കമന്റ് ഇട്ടു, ഇങ്ങനെ വെള്ളമല്ല നിറയ്ക്കേണ്ടത്, അതിനകത്ത് സോപ്പ് വെള്ളമാണ് നിറയ്ക്കേണ്ടത്, അല്ലെങ്കിൽ വേറെ എന്തൊക്കെ. അതൊക്കെ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന രീതി. നിങ്ങൾ ആ കമന്റ് കണ്ടെന്നോ അങ്ങനെയുള്ള കമന്റുകൾ കണ്ടെന്നൊന്നും കൺഫ്യൂസ് ആകണ്ട. എനിക്ക് അദ്ദേഹം പറഞ്ഞു തന്നതും ഞാൻ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഈ ഒരു രീതി തന്നെയാണ്. നോർമൽ വാട്ടർ നിറച്ചിട്ട് ഉള്ളിൽ നിറയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രോബ്ലവും വരുത്തുമില്ല. പിന്നെ ഞാൻ പറഞ്ഞു തന്ന രീതി നിങ്ങൾ ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്നത് പോലെ ഇരിക്കണം. അല്ലെങ്കിൽ ആ രീതിയാണ് ഞാൻ പറഞ്ഞത്. അത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ബെൻഡ് ചെയ്ത് ഇങ്ങനെ കുനിഞ്ഞു നിൽക്കില്ലേ, നിന്നിട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്ത് ഇങ്ങനെ നിന്നതിന് ശേഷം നമ്മുടെ ബാക്കിൽ ആ ഒരു ഭാഗത്ത് കയറ്റാവുന്നത്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇരുന്നിട്ടാണാലും അത് വരും, നിന്നിട്ടാണാലും അത് വരും. ഇതിൽ രണ്ടിലും ഏതൊരു പൊസിഷൻ ആയിരുന്നാലും മതി കേട്ടോ. പിന്നെ 1 ലിറ്റർ എത്ര ലിറ്റർ വെള്ളം എത്ര സമയം കൊണ്ട് കയറും അങ്ങനെയുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് വേണ്ട. അത് അതിന്റെ പാടിന് പതുക്കെ കയറിക്കൊള്ളും. അത് ഫില്ലാവുമ്പോൾ അത് ഓട്ടോമാറ്റിക് നിൽക്കും. നിങ്ങൾക്ക് എപ്പോഴാണോ ആ ഒരു ഫീൽ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത് മാറ്റുകയും ചെയ്യാം. അതിൽ ഞാൻ പറഞ്ഞതുപോലെ. ഓക്കെ, അത് നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള കൺഫ്യൂഷൻസും വേണ്ട. ഇന്നും കൂടെ നിങ്ങൾ എനിമ കപ്പ് എടുത്താൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് നിർത്താം. പിന്നെ ഞാൻ പറയുമ്പോൾ അടുത്ത വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ എടുത്താൽ മതി. അതുവരെ നിങ്ങൾ എനിമ കപ്പ് എടുക്കണ്ട. ഓക്കെ, ഇന്നാണ് ലാസ്റ്റ് ഡേ നമ്മൾ എനിമ കപ്പ് എടുക്കുന്നത്. എനിമ എടുക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. അതാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ എനിമ എടുക്കുകയാണ്. അതോടൊപ്പം തന്നെ വാട്ടർ ഡയറ്റ്, കംപ്ലീറ്റ് വാട്ടർ മാത്രം കഴിച്ച് എനിമ കൊടുത്തതിന് ശേഷം വാട്ടർ മാത്രം കഴിച്ച് വയറിനെ ഈ ഒരു 4ാമത്തെ ദിവസം ഫുള്ളായിട്ടും ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയുവാണ് വയറിനെ. ഇടയ്ക്ക് നല്ല, കാരണം നമ്മുടെ വയറ്റിൽ ഒന്നുമില്ല, വെള്ളം എല്ലാം ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ക്ഷീണം തോന്നും. ആ സമയത്ത് നിങ്ങൾക്ക് ഇളനീര് കഴിക്കാം. 2, 3, 4 ഇളനീര് കഴിക്കാം. തണ്ണീർമത്തൻ കഴിക്കാം. ജ്യൂസ് ആയിട്ടല്ല, തണ്ണീർമത്തൻ കടിച്ച് കഴിക്കാം. അല്ലാതെ വേറെ ഒന്നും കഴിക്കണ്ട. എപ്പോഴൊക്കെ വിശപ്പ് തോന്നുന്നു അപ്പോഴൊക്കെ വെള്ളം, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. ഓക്കെ, വെള്ളം കുടിച്ചതിന് ശേഷം എനിമ നമ്മൾ രാവിലെയോ നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ആയിട്ട് തോന്നുന്ന ആ ഒരു സമയത്ത് ഇരുന്ന് ചെയ്യുക. ചിലർക്ക് പേടിയുണ്ട്, നമ്മൾ എനിമ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെളിയിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു ടെൻഡൻസി അങ്ങനൊന്നും വരത്തില്ല. നമ്മൾ അപ്പോഴും ഫ്ലഷ് ഔട്ട് ആയി പോയിക്കോളും. പിന്നെ ഇരുന്ന് വരുന്ന പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വയറിളക്കാനുള്ള ഗുളികകളില്ല, അതൊക്കെ കഴിച്ചാൽ പോരെ എന്ന് പലരും ചോദിച്ചു. അത് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വെച്ചാൽ പെട്ടെന്ന് അത് ക്ലീൻ ആകുന്നതല്ല, നമ്മുടെ കുടൽ ഫുള്ളായിട്ടും ക്ലീൻ ആകാനായിട്ട് സഹായിക്കത്തില്ല. കുടൽ ഫുള്ളായിട്ടും ക്ലീൻ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വയറിളക്കുന്ന ആ ഒരു ഗുളിക കഴിച്ച് അതിനുശേഷം നമ്മൾ എനിമയൂടെ കൊടുത്താലാണ് വയറ് ഫുള്ളായിട്ടും ക്ലീൻ ആവുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ആ ഒരു ഡൗട്ട് തീർന്നിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് വാട്ടർ ഡയറ്റ് ആണ്, കംപ്ലീറ്റ് വാട്ടർ ഡയറ്റ്. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ എക്സർസൈസ് മസ്റ്റ് ആണ്. നമ്മുടെ ശരീരത്തിന് നല്ല ഒരു ഷേപ്പ്. എൻ്റെ എക്സർസൈസ് വീഡിയോസിനെല്ലാം നിങ്ങൾ നല്ല ഒരു പ്രതികരണമാണ് എനിക്ക് തരുന്നത്. ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ, ഞാൻ 6 മണിക്ക് ഇട്ടില്ലെങ്കിൽ തന്നെ ചേച്ചി വീഡിയോ വന്നില്ലേ എന്ന് ചോദിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മൾ എന്തെങ്കിലും, ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഡ്രിങ്ക് ഉണ്ട്. നമ്മൾ എന്തെങ്കിലും ഡ്രിങ്ക് കുടിച്ചാൽ മാത്രമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫുഡ് മാത്രം എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ മാത്രമോ നമ്മുടെ ശരീരത്തിന് ആരോഗ്യവും സ്ട്രക്ചറും ഉള്ള ഒരു ശരീരം കിട്ടത്തില്ല. അങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള എക്സർസൈസും ഡയറ്റും നമ്മളിങ്ങനെ വെയിറ്റ് ലോസ് ഡ്രിങ്ക്സും ഒക്കെ കഴിച്ചാൽ ശരി, ഒക്കെ ഒന്നിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് നല്ല ഒരു ആരോഗ്യമുള്ളൊരു ശരീരം കിട്ടുക. ഇന്ന് നിങ്ങൾ വാട്ടർ ഡയറ്റ് കഴിഞ്ഞതിന് ശേഷം ഇന്ന് മുതൽ അടുത്ത, നമ്മളിപ്പോൾ തീരാറായി നമ്മുടെ ഡയറ്റ് ഏകദേശം ഒരു 4-5 ദിവസം കൂടെ ഇനി ഉള്ളൂ, തീരാറായി. അപ്പൊ രാത്രി, ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ രാത്രി ഒരു നൈറ്റ് ഡ്രിങ്ക് കുടിക്കണം. അതായത് നൈറ്റ് നമ്മൾ വെയിറ്റ് ലോസിന് സഹായിക്കുന്ന 1-2 ഡ്രിങ്കുകൾ ഞാൻ ആഡ് ചെയ്യാം. അതിൽ ഫസ്റ്റ് ഡ്രിങ്കാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ഡയറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം വെച്ചിട്ട് ഈ ഡ്രിങ്ക് കിടക്കുന്നതിന് മുമ്പ് കുടിക്കാവുന്നതാണ്. അതായത് ഒരു 6 മണി 7 മണി സമയത്ത് ഫുഡ് കഴിച്ചിട്ട് ഒരു 9 മണിയൊക്കെ ആവുമല്ലോ നമ്മൾ കിടക്കാൻ. ആ സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്ക്, നൈറ്റ് വെയിറ്റ് ലോസ് ഡ്രിങ്ക് ആണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ആ ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണണ്ടേ. കാരണം വളരെ എളുപ്പം, വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ കഴിച്ചതൊക്കെ ഡൈജസ്റ്റ് ആകാനും നമുക്ക് നല്ല ഒരു ഉണർവ് കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് ആണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഒന്നിനു മുമ്പ്
ലൈക്ക് എല്ലാവരും ഇപ്പോൾ ഒരുപാട് പേരാണ് നമ്മുടെ ഫാമിലിയിലേക്ക് വരുന്നത്. നിങ്ങൾ കണ്ടില്ലേ 2,50,000 ഇപ്പോഴാണ് ആയത്. അതിനു മുമ്പേ 53, 54 ആകാൻ പോകുന്നു. ഒരുപാട് സന്തോഷം. ഒരുപാട് പേര് വരുമ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വരുമ്പോൾ നമുക്ക് ഒരുപാട് പേരെ സംസാരിക്കാനും നമ്മളെ കാണാനും ഒക്കെ ഒരുപാട് പേര് കിട്ടുമല്ലേ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. എനിക്കറിയാം നിങ്ങളൊക്കെ ലൈക്ക് ചെയ്തതും ഷെയർ ചെയ്തതും കൊണ്ട് തന്നെയാണ് എനിക്ക് ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് കിട്ടിയത്. നിങ്ങളോടാണ് എനിക്ക് ഒരുപാട് താങ്ക്സും പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരുപാട് പറവള സംസാരിക്കുന്നില്ല, പോയത് കണ്ടിട്ട് വരും കേട്ടോ ആ ഡ്രിങ്ക്. ഇപ്പോൾ 1 ഗ്ലാസ് വെള്ളം നല്ലപോലെ വെട്ടി തിളയ്ക്കണം കേട്ടോ. 1 ഗ്ലാസ് വെള്ളം നല്ലപോലെ, 1 ഗ്ലാസ് വെള്ളത്തിന് നമുക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി തുരുവിയ ഇഞ്ചിയാണ് നല്ലപോലെ അതിനകത്ത് മിക്സ് ആവുക. എന്നിട്ട് വെള്ളം തിളയ്ക്കുമ്പോൾ വേണം ഈ ഒരു ഇഞ്ചി ഇട്ട് കൊടുക്കാനായിട്ട്. ഇതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടെ ഇത് നല്ലപോലെ വെട്ടി തിളയ്ക്കണം. അതേപോലെ ഹൈ ഇതിൽ തന്നെ ഇരിക്കട്ടെ. 2 മിനിറ്റ് നല്ലപോലെ വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്തിട്ട് അരിച്ചെടുക്കാം. കണ്ടോ, ഇപ്പൊ ഞാൻ ആ വെള്ളം നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുത്തതിന് ശേഷം ഒന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഒരു ലെമൺ, കുഴപ്പമില്ല, ലെമൺ തണുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആഡ് ചെയ്യാം. ഒരു 1/2 മുറി ലെമൺ മതി കേട്ടോ. ഒരുപാട് ലെമൺ വേണ്ട. 1/2 ലെമൺ നല്ലപോലെ പിഴിഞ്ഞ് ഇതിനകത്ത് ഒഴിക്കുക. വലിയ ലെമണൊക്കെ ആണെങ്കിൽ 1/2 കൂടെ വേണ്ട, ഒരു 1/4 ഭാഗം ലെമണിന്റെ പീസ് മതി കേട്ടോ. ലെമണും നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് വാം ആയതിനു ശേഷം നമുക്ക് ഹണിയും കൂടെ യൂസ് ചെയ്ത് ഡ്രിങ്ക് ആക്കി എടുക്കുക. ഇതിപ്പോൾ ചൂടായിട്ടിരിക്കുമല്ലോ, ചൂടോടെ നമ്മൾ ഹണി ഉപയോഗിക്കാൻ പാടില്ല. ഒന്ന് വാം ആകണം. വാം ആയതിനു ശേഷം നമുക്ക് ഹണി ഉപയോഗിക്കാമേ. ഓക്കെ, ഇപ്പൊ നമ്മൾ ആ ഡ്രിങ്കിനകത്ത് ഇപ്പൊ നല്ല ചൂട് നല്ലതുപോലെ ആറിയിട്ടുണ്ട്. നിങ്ങൾ ചൂടോടുകൂടി നമ്മൾ അതിനകത്ത് ഹണി ഉപയോഗിക്കാൻ പാടില്ല. ചൂടാറിയതിനു ശേഷം വേണം ഉപയോഗിക്കാനായിട്ട്. പിന്നെ പലരും പറയാറുണ്ട്, ചേച്ചി ഹണി ഉപയോഗിക്കാനായിട്ട് ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല, ഹണി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി തോന്നുന്നുണ്ട്, ഹണി സ്കിപ്പ് ചെയ്യാമോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹണി സ്കിപ്പ് ചെയ്യാം. അതിനകത്ത് ഒരു പ്രോബ്ലം ഇല്ല. വെറുതെ ഈ ഒരു ഇഞ്ചിയും നാരങ്ങ നീരും മാത്രം ഒഴിച്ച് കുടിച്ചു കഴിഞ്ഞാലും നല്ല വെയിറ്റ് ലോസ് ഡ്രിങ്ക് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട. ഹണി ഒഴിക്കാതെയും കുടിക്കാവുന്നതാണ് കേട്ടോ, ഒരു പ്രോബ്ലം ഇല്ല. അപ്പൊ ഞാനിവിടെ ഹണി ഉപയോഗിക്കാം. എനിക്ക് ഹണിയുടെ ടേസ്റ്റാണ് ഇതിന്റെ കൂടെ ഇഷ്ടം. ഇതുപോലെ 1 സ്പൂൺ നമുക്ക് ഹണി ഇതിനകത്ത് മിക്സ് ചെയ്യാം. 1 or 2 സ്പൂൺ മിക്സ് ചെയ്യാം കേട്ടോ. ഹണിയൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചാണ്. നല്ല ഓർഗാനിക് ഹണിയൊക്കെ എവിടെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിലൊക്കെ ഓർഗാനിക് ഷോപ്സ് ഓർഗാനിക് ഹണി എന്നൊക്കെ പറഞ്ഞ് കിട്ടാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പം ഈ കൊറോണയൊക്കെ വന്നതിന് ശേഷം ഒരുപാട് ഓർഗാനിക് ഷോപ്പുകളൊക്കെ തുറന്നിട്ടുണ്ട്. നമുക്ക് ഓർഗാനിക് ഷോപ്പുകളിലൊക്കെ നല്ല ഓർഗാനിക് ഹണി കിട്ടുന്നതാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് ചെറിയൊരു ചൂട് വേണം, അതായത് ഒരു വാം ടെൻഡൻസി വേണം. എന്നിട്ട് നമുക്കിത് സിപ്പ് ചെയ്ത് കുടിക്കാം. എന്തൊരു റിഫ്രഷ്മെന്റ് ആണെന്നറിയോ. നമ്മളെ ആരാണ് ഈ ചായയും പാലും ഒക്കെ ചായയും കോഫിയൊക്കെ കുടിച്ച് പഠിപ്പിച്ചല്ലേ? സൂപ്പർ ഒരു റിഫ്രഷിങ്. ഞാൻ ചുമ്മാ ഒരു വീഡിയോയ്ക്കാകെ കവിച്ചിക്ക് വരെ പണിയൊന്നുമില്ല. വീഡിയോയ്ക്കാകെ സത്യമായിട്ടും അല്ല, എനിക്ക് ഒന്നുകൂടെ കുടിക്കാൻ തോന്നുന്നു. നമ്മൾ ഈ കൊറോണ സമയത്തൊക്കെ ഒരുപാട് കൊറോണ ഇപ്പൊ സ്പ്രെഡ് ആവുന്നതല്ലേ. അപ്പൊ നമ്മൾ ഇതുപോലെ ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുവാണെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല. നമ്മുടെ ത്രോട്ടിലൊന്നും ഇൻഫെക്ഷൻസോ അങ്ങനെയുള്ള ഒരു പ്രോബ്ലംസും വരത്തില്ല. നല്ല സെക്യൂർ ആയിട്ടിരിക്കും, നല്ല ഉറക്കവും കിട്ടും, സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം ഇത് കുടിച്ചിട്ട് കിടന്ന് ഉറങ്ങുവാണെങ്കിൽ. ഓക്കെ, അപ്പൊ ഇന്ന് മുതൽ നിങ്ങൾ ഈ ഒരു നൈറ്റ് ഡ്രിങ്ക് കൂടെ ഉൾപ്പെടുത്തണം. ഇനി ഒരു ഡ്രൈ ഡ്രിങ്ക് കൂടെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഡയറ്റ് തീരുന്നതിന് മുമ്പ് പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. പിന്നെ ഒരുപാട് പേര് എനിക്ക് സജഷൻ വെച്ചൊരു കാര്യമാണ് റംസാൻ, അതായത് നമ്മുടെ നോമ്പ് റംസാൻ വ്രതം വരാൻ പോവുകയാണ്. അടുത്ത 13-ാം തീയതി എന്തോ ആണല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഏപ്രിൽ 13-ാം തീയതി. അപ്പോൾ ഞാൻ പേഴ്സണലി എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാൻ റംസാൻ ഫാസ്റ്റിംഗ് എടുക്കുന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫാസ്റ്റിംഗ് എടുക്കാൻ. ശരീരത്തിനും മനസ്സിനും ഒക്കെ ഗുണം തരുന്നതാണ് നമ്മുടെ റംസാൻ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അവരുടെ എന്താ പറയുന്നത്, അതൊരു ജാതി മതം, ഞാൻ എപ്പോഴും ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരുടെയും എല്ലാം നമ്മുടെ ഈസ്റ്റർ ഗുഡ് ഫ്രൈഡേ അതൊക്കെ വരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നാലും ശരി, ഇതുപോലെ റംസാൻ ഫാസ്റ്റ് ഒക്കെ ഞാൻ നോക്കാറുണ്ട്, എന്നെ കൊണ്ട് കഴിയുന്നതിന്റെ മാക്സിമം ചെയ്യാറുണ്ട്. അപ്പൊ ഒരുപാട് പേര് റംസാൻ ഫാസ്റ്റിംഗ് സമയത്തുള്ള ഡയറ്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ നിങ്ങൾ എത്ര പേര് ഇതിന് അഭിപ്രായം പറയുന്നു എന്ന് അറിയട്ടെ. അതിനനുസരിച്ച് ഞാൻ അങ്ങനെ ഒരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നോക്കട്ടെ എത്ര പേര്. പക്ഷേ അഭിപ്രായം ഇതിന് താല്പര്യമുള്ള എല്ലാവരും കമന്റ് ഇടണം, എങ്കിൽ മാത്രമേ ഞാൻ അങ്ങനെ ഒരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. എത്ര കമന്റ്സ് വരുന്നതെന്ന് അറിയട്ടെ, അതിനനുസരിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു 100 കമന്റ് എങ്കിലും വരുവാണെങ്കിൽ ഇതിനെക്കുറിച്ച് റംസാൻ ഫാസ്റ്റിംഗ് വേണം എന്നുള്ളതിനെ കുറിച്ച് ഒരു 100 കമന്റ് എങ്കിലും വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കൂടി ഇഷ്ടമായില്ലേ?
ഇഷ്ടമായാലും മറക്കാതെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. നാളെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.